പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ തന്റെ പുതിയ വ്ളോഗിൽ ഭർത്താവ് അശ്വിൻ ഗണേശിന്റെ അമ്മയെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾക്കും കാരണമായിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. വിവാദത്തിന് ആധാരമായ പ്രധാന വിവരങ്ങൾ. വിവാദത്തിന്റെ പശ്ചാത്തലം. ദിയ കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഒരു വ്ളോഗിലാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. വിവാഹശേഷം ദിയ സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നതിനെ കുറിച്ചും ഭർത്താവിന്റെ വീട്ടുകാരുമായി എന്തുകൊണ്ട് സമയം ചിലവഴിക്കുന്നില്ല എന്നതിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ നിരന്തരം വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു താരം. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അശ്വിന്റെ അച്ഛനമ്മമാർക്കൊപ്പം ഒരു റെസ്റ്റോറന്റിൽ പോയ വീഡിയോയിലാണ് ദിയ ഈ വിശദീകരണം നൽകിയത്. ദിയ കൃഷ്ണ പറഞ്ഞ വാക്കുകൾ: അമ്മയെ അശ്വിന്റെ അമ്മ മീനാക്ഷിയെ എന്തുകൊണ്ട് അമ്മ എന്ന് വിളിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ദിയ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: തനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതംകുഴിയിലെ വീട്ടിൽ ഒരാളുണ്ടെന്നും അത് തൻ്റെ സ്വന്തം അമ്മയായ സിന്ധു കൃഷ്ണയാണെന്നും ദിയ പറഞ്ഞു. തൻ്റെ അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയുമാണ്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ സിന്ധു കൃഷ്ണയുണ്ട്. അവരെയല്ലാതെ വഴിയിൽ നിൽക്കുന്നവരെയൊന്നും എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന ദിയയുടെ പ്രയോഗമാണ് പ്രധാനമായും ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. ഭർത്താവിൻ്റെ അമ്മയെ താൻ ആൻറ്റി എന്നും അച്ഛനെ അങ്കിൾ എന്നുമാണ് വിളിക്കുന്നതെന്നും അതിൽ അവർക്ക് യാതൊരു പരാതിയുമില്ലെന്നും ദിയ വ്യക്തമാക്കി. അശ്വിൻ്റെ നിലപാട്. അശ്വിൻ തൻ്റെ മാതാപിതാക്കളെ ആൻറ്റി എന്നും അങ്കിൾ എന്നുമാണ് വിളിക്കുന്നത്. അശ്വിൻ തൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിച്ചാൽ തനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും ഭാവിയിൽ തൻ്റെ മക്കൾ തങ്ങളെ മാത്രം അച്ഛ അമ്മ എന്ന് വിളിച്ചാൽ മതി എന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ദിയ കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ. ദിയയുടെ ഈ വാക്കുകൾ പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും വിമർശനങ്ങളുമാണ് താരത്തിന് നേരെ ഉയരുന്നത്. അഹങ്കാരമാണെന്ന വിമർശനം. ഭർത്താവിൻ്റെ അമ്മയെ വഴിയിൽ നിൽക്കുന്നവർ എന്ന് വിശേഷിപ്പിച്ചത് അങ്ങേയറ്റം മോശവും അഹങ്കാരവുമാണെന്നാണ് ഭൂരിഭാഗം നെറ്റിസൺസും അഭിപ്രായപ്പെടുന്നത്. തൻ്റെ ഭർത്താവിനെ പ്രസവിച്ചു വളർത്തിയ സ്ത്രീയെയാണ് വഴിയിൽ നിൽക്കുന്ന ഒരാളായി ദിയ ചിത്രീകരിച്ചതെന്ന് ആളുകൾ വിമർശിക്കുന്നു. ഇരട്ടത്താപ്പ്. സ്വന്തം കാര്യങ്ങളിൽ മാത്രം പുരോഗമനം പറയുകയും ഭർത്താവിൻ്റെ കുടുംബത്തിന് യാതൊരു വിലയും നൽകാതിരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ദിയയുടേതെന്നാണ് സോഷ്യൽ മീഡിയയുടെ കുറ്റപ്പെടുത്തൽ. അശ്വിന് നേരെയുള്ള ട്രോളുകൾ. സ്വന്തം അമ്മയെ ഭാര്യ പരസ്യമായി അധിക്ഷേപിച്ചിട്ടും അതിനെതിരെ പ്രതികരിക്കാത്ത അശ്വിനെയും ആളുകൾ വിമർശിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, അമ്മയെ അമ്മ എന്ന് വിളിക്കാത്തതല്ല, മറിച്ച് അവരെ വിശേഷിപ്പിക്കാൻ വഴിയിൽ നിൽക്കുന്നവർ എന്ന വാക്ക് ഉപയോഗിച്ചതാണ് ദിയ കൃഷ്ണയെ ഇപ്പോൾ വലിയൊരു സോഷ്യൽ മീഡിയ വിവാദത്തിൽ എത്തിച്ചിരിക്കുന്നത്.